ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എവിടേക്കാണ് ഈ പാതിരാത്രിക്ക് പോകുന്നതെന്നല്ലേ ഗായ്സ്? ഇതൊരു പെരുന്നാളിൻ്റെ തലേന്നാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്, പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും ദിവസം നിങ്ങളെന്താ വാങ്ങിയില്ലേന്ന്. വാങ്ങാൻ പോകാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാലോ, പനി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. പനി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പനിയാണ് കുട്ടികളെ. അതേപോലെ ഹസ്ബൻഡിനും പനിയായിരുന്നു, പിന്നെ എനിക്കും. അപ്പം നമ്മൾ തൽക്കാലം നമ്മുടെ വീട്ടിനടുത്തുള്ള കാട്ടാക്കടയിലുള്ള രാമചന്ദ്രനിലാണ് പോയത്. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒടുക്കം ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്ക് ഹസ്ബൻഡിനോട്, നിങ്ങൾ നോക്ക്, എനിക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് ഓടാൻ പറ്റിയ ഒരു ടോപ്പോ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും മതി എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ട് ടോപ്പ് എടുത്ത് തന്നു. അതൊക്കെ ഇട്ട് നോക്കി ഫിറ്റൊക്കെ കറക്റ്റാന്ന് പറഞ്ഞപ്പോൾ അതെടുത്തു. പിന്നെ സമോക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക്, 3rd ഫ്ലോറിലാണ്. അപ്പോൾ അവിടേക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടത് ഫ്രോക്കാണ്. നമ്മൾ ഇതൊക്കെ നോക്കി എടുക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഒട്ടും വയ്യായിരുന്നു, അത്രക്ക് പനിയും തൊണ്ടവേദനയും ജലദോഷം അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അവൾക്ക് വാപ്പക്ക് ഇഷ്ടപ്പെടില്ല, വാപ്പക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവൾക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഞാനൊരു മൂലയിൽ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒടുക്കം നോക്കി അവൾക്കൊരു ജീൻസിൻ്റെ ടോപ്പ് കിട്ടി, അല്ല ഫ്രോക്കാണ്. അത് നമ്മൾ ഇട്ട് നോക്കി, പക്ഷേ ഭയങ്കര ടൈറ്റായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അവൾക്ക് ഫ്രോക്ക് വേണം തന്നെ പറഞ്ഞിരുന്നു, പക്ഷേ നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ടീഷർട്ട് തന്നെ, പാൻറ്റും ടീഷർട്ടും എടുത്തു ഞങ്ങൾ. പിന്നെ അവൾക്ക് ചെരുപ്പ് വേണം തന്നെ, ചെരുപ്പിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കി. ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ട 1-2 ചെരുപ്പ് എടുത്തു. അതൊന്നൊക്കെ അവൾക്ക് ടൈറ്റായിരുന്നു. അവളെ എന്താ പറയുക, നല്ല ഹൈറ്റാണ് അവൾ, കാലുമൊക്കെ നല്ല വലിപ്പമുണ്ട്. ഒരു 6 വയസ്സിൻ്റെ ഒരു ഇതൊന്നല്ല. അതുകൊണ്ട് അവൾക്ക് കിട്ടില്ല. അതിൻ്റെ ദേഷ്യത്തിലാണ് അവൾ. ഭയങ്കര ദേഷ്യമായിരുന്നു ചെരുപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ബാഗ് വെച്ച സ്ഥലത്ത് ബാഗ് വാങ്ങാൻ വേണ്ടി പോയതാണ്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഒട്ടും പറ്റായിരുന്നു. ഞാൻ അവിടെയുള്ള സ്റ്റെപ്പിൽ കയറിയിരുന്നു ഗൈസ്, വയ്യാത്തതുകൊണ്ട് അവിടെ കയറിയിരുന്നതാണ്. ഞാൻ അവിടെ ഇരിക്കുന്നിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ മേലെ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അവൾ ബാപ്പയോട് പിണങ്ങിയിരിക്കുകയാണ്, കവറൊന്നും കൈ കൊടുത്തിട്ട് വാങ്ങിയതേ ഇല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അവളും ബാപ്പയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അമ്പലത്തിൽ പരിപാടി ഉണ്ട്. അവിടെ നല്ല ലൈറ്റ് കണ്ടപ്പോൾ എനിക്കതൊന്ന് എടുക്കണം എന്ന് തോന്നി. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ശരിക്കും നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്, ഭയങ്കര വൈബാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നിപ്പോവും, ഒന്ന് കയറാന്ന്. കാരണം അമ്പലം കാണുന്നില്ലേ, മൊത്തം ലൈറ്റ്സാണ്, ഫുള്ള് ലൈറ്റ്, കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് ഞാൻ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാൻ, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അറിയാലോ എൻ്റെ അവസ്ഥകൾ, അത്രക്ക് മോശമായിട്ടുള്ള അവസ്ഥയാണ്. പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാവൊക്കെ വാങ്ങിക്ക്, നമുക്ക് അവിടെ പോയിട്ട് ദോശ ഉണ്ടാക്കാം, രാവിലത്തെ കറി കുറച്ചിരിപ്പുണ്ട്, അതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ദോശയും ചുട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ദോശമാവൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ അവർക്ക് നന്നായിട്ട് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേല് കഴുകാനൊന്നും നിന്നില്ല, ഡ്രസ്സൊന്നും മാറാൻ വേണ്ടി നിന്നില്ല. കൈയും കാലൊക്കെ കഴുകിയിട്ട് ഞാൻ അവർക്ക് 2 പേർക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ എനിക്ക് തന്നെ എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും നമുക്ക് കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മളല്ലാതെ പിന്നെ വേറെ ആരുണ്ട്. ഞാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഇല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണം. വയ്യ എന്ന് പറഞ്ഞ് ഇരിക്കാനൊന്നും പറ്റുന്ന ഒരവസ്ഥയല്ല, ആരുമില്ല സഹായിക്കാൻ, ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ രാവിലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു, ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കി അവർക്ക് 2 പേർക്കും കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പോയി കിടക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല, നടക്കില്ല. കാരണം നാളെ പെരുന്നാളാണല്ലോ. പെരുന്നാളിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്തായാലും ചെയ്യണമല്ലോ, നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ ചെയ്യാൻ. മോളുള്ളതുകൊണ്ട് നമുക്ക് വയ്യാന്ന് പറഞ്ഞ് കിടക്കാനും പറ്റാത്ത ഒരവസ്ഥയാണല്ലോ. അപ്പോൾ പെരുന്നാൾ നമുക്ക് ഇല്ലെങ്കിലും മക്കൾക്ക് അതൊരു സന്തോഷമാണല്ലോ. നമുക്ക് വയ്യാന്ന് പറഞ്ഞ് കിടന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ. ഈ ഇപ്പോഴുള്ള പനി എന്ന് പറഞ്ഞാൽ ഗായ്സ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പണ്ട് പനി വന്നതുപോലെ അല്ല ഇപ്പോഴത്തെ അവസ്ഥ. പനി വന്നാൽ അതിൻ്റെ കൂടെ ഒരു ബോണസാണ് ജലദോഷം, ചുമയൊക്കെ. ചുമ പിന്നെ പറയണ്ട, വന്നാൽ മാറാൻ പിന്നെ 1 മാസം കറക്റ്റാണ്.
അത് മാറി വരുമ്പോഴത്തേക്ക് അടുത്ത പനിയും വരാനുള്ള സമയമാവും. ഇങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പനിയൊക്കെ വന്നാൽ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ കൊണ്ട് കാണിക്കുക, എന്നിട്ട് അത് മാറ്റാൻ ശ്രമിക്കണം. വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഒട്ടും മാറലുണ്ടാവില്ല. ഞാൻ വിചാരിക്കുന്ന മാറും എന്ന് വിചാരിച്ചിട്ട് 1-2 ദിവസം ഞാൻ കാണിക്കാതിരുന്നു. കൂടിയതിന് ശേഷമാണ് കൊണ്ട് കാണിച്ചത്. പിന്നെ വയ്യാന്ന് പറഞ്ഞ് ഞാനൊരു ഭാഗത്ത് ഇരിക്കാറില്ല. കാരണം എനിക്ക് ഇങ്ങനെ അവിടെയും ഇവിടെയും അലങ്കോലപ്പെട്ട് സാധനങ്ങൾ കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. മോള് വന്നതിന് ശേഷം ഉടുപ്പും ബാഗൊക്കെ അവിടെയും ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി എടുത്ത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചു. അടക്കം ചിട്ട എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ, അതൊക്കെ കഴുകി വെച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. നാളെ എന്തൊക്കെ വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ എപ്പോഴും മാറിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്